ഹേ ഗായ്സ്, ഇത് നമുക്ക് നല്ല ചൂര കിട്ടിയിട്ടുണ്ടേ. അപ്പോൾ നമുക്ക് നല്ല ഫ്രഷ് ആയിട്ടുള്ളതാണ് കിട്ടിയത്. അപ്പോൾ നമ്മളിന്നൊരു വെറൈറ്റി ഐറ്റം പ്രിപ്പയർ ചെയ്യാൻ പോവാണേ. അപ്പോൾ ആദ്യം നമ്മൾ നല്ല രീതിയിൽ നമ്മുടെ മീനൊക്കെ കഴുകി നല്ല വൃത്തിയാക്കി കട്ട് ചെയ്ത് എടുക്കുന്ന പരിപാടികളാണ് കാണിച്ചുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ നല്ല ഫ്രഷ് ആയിട്ടുള്ള മീനാണ്, കുഴപ്പമൊന്നുമില്ല, നല്ല ഫ്രഷ് ആയിട്ടുള്ള മീനാണ് നമുക്ക് കിട്ടിയത്. അപ്പോൾ കണ്ടപ്പോഴത്തേക്കും കറി വെക്കുന്നത് കൂടാതെ നമുക്കൊരു സാധനം ജസ്റ്റ് ഒന്ന് പരീക്ഷിച്ച് നോക്കാമെന്ന് വിചാരിച്ചു. കുറച്ച് നാളായിട്ട് വിചാരിക്കുന്നു ചെയ്ത് നോക്കണമെന്ന്. അപ്പോൾ ഇപ്പോഴാണ് ചൂരയൊന്നും ഇപ്പോൾ കിട്ടാനില്ലല്ലോ. അപ്പോൾ ഇന്ന് ജസ്റ്റ് ഇങ്ങനെ മീൻ മേടിക്കാൻ പോയപ്പോഴത്തേക്കും കിട്ടിയിട്ടുണ്ടായിരുന്നു. അപ്പോൾ നമുക്ക് വിചാരിച്ചു ഒന്ന് ട്രൈ ചെയ്ത് നോക്കാമെന്ന്. അപ്പോൾ നമ്മൾ നാളെ നല്ല പോലെ വെട്ടി വൃത്തിയാക്കി നല്ല ഉപ്പൊക്കെ ഇട്ട് നല്ല കഴുകി നമ്മൾ എടുത്തിട്ടുണ്ട്. അതിനുശേഷം നമുക്ക് ചെയ്യേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതിലേക്ക് മഞ്ഞൾപ്പൊടിയും മുളക് പൊടിയും ഉപ്പും ഒക്കെ ഇട്ടിട്ട് നല്ല പോലെ മിക്സ് ചെയ്യുക കേട്ടോ. മിക്സ് ചെയ്തതിന് ശേഷം സാധാരണ നമ്മൾ നല്ല ഫ്രൈ ചെയ്തല്ലേ, എണ്ണയിലിട്ട് നമ്മൾ നല്ല ഫ്രൈ ചെയ്തല്ലേ എടുക്കുന്നത്. ഇത് നമ്മൾ ചെയ്യാൻ പോകുന്നതെന്ന് വെച്ചാൽ നല്ല ഗ്രില്ല് ചെയ്തിട്ടാണ് എടുക്കുന്നത്. ഇതിൻ്റെ പ്രത്യേകത എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇപ്പോൾ കൊളസ്ട്രോളും ഇപ്പോൾ അതേപോലെ തന്നെ ഫാറ്റി ലിവർ ഇങ്ങനെയുള്ളവർക്കൊക്കെ എണ്ണ യൂസ് ചെയ്തിട്ട് കഴിക്കാൻ പറ്റത്തില്ലല്ലോ. അപ്പോൾ അങ്ങനെയുള്ളവർക്കൊക്കെ ഇങ്ങനെ ചെയ്ത് കഴിക്കാൻ പറ്റും. നമ്മുടെ ആ ഒരു ഓയിലിൻ്റെ ടേസ്റ്റ് കിട്ടണമെന്നില്ല, പക്ഷേ ഹെൽത്തി വേർഷനായിട്ട് കഴിക്കാൻ പറ്റും. അപ്പോൾ ഇതിൻ്റെ കൂടെ നമുക്ക് വേണമെങ്കിൽ കുറച്ച് സാലാഡ് ഐറ്റംസ് ആയിട്ടുള്ള നമ്മുടെ ഈ ക്യാപ്സിക്കോ, ഉള്ളി വേണ്ടവർക്ക് ഉള്ളി, പിന്നെന്താ വെളുത്തുള്ളി വേണ്ടവർക്ക് വെളുത്തുള്ളി, നമുക്ക് ഇഷ്ടമുള്ള കാര്യം ഇതിൻ്റെ കൂടെ തന്നെ ഗ്രില്ല് ചെയ്തെടുക്കാം കേട്ടോ. നല്ല സൂപ്പർ ടേസ്റ്റ് ആയിരുന്നേ. അപ്പോൾ എല്ലാവരും ജസ്റ്റ് ഈ മീനൊക്കെ കിട്ടുമ്പോൾ ഒന്ന് ട്രൈ ചെയ്ത് നോക്ക് കേട്ടോ. ഓക്കെ, ബൈ.